ശബരിമലയിൽ അറസ്റ്റുകൾ തുടരുകയാണ്. പത്മകുമാർ അറസ്റ്റിലായി. ഇനി കടകംപള്ളിയാണോ, വാസവനാണോ, പിണറായി വിജയനാണോ, പ്രശാന്താണോ, ഏത് പാർട്ടി നേതാവാണ്? ശ്രീധ, നമ്മളിത് കുറേ വീഡിയോ ചെയ്തതാണ്. ഞാൻ പല ചാനലുകളിൽ ഈ വീഡിയോ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഈ ചാനലുകളെല്ലാം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, മന്ത്രി അറിയാതെ മന്ത്രിയുടെ ഏത് വകുപ്പിലാവട്ടെ, ഇപ്പം ശബരിമല അവിടെ നിൽക്കട്ടെ, ഏത് വകുപ്പിലായാലും മന്ത്രി അറിയാതെ മന്ത്രിയുടെ തൊട്ട് താഴെയുള്ള ഒരു സീനിയർ ഓഫീസർ അല്ലെങ്കിൽ സീനിയർ പദവിയിലിരിക്കുന്ന ആൾ ഇവിടെ എടുക്കുമ്പം, പിന്നെ കടകംപള്ളി മന്ത്രിയായിരുന്നപ്പോൾ ഇരുന്ന പത്മകുമാർ പ്രസിഡന്റ്, ഇപ്പോൾ എടുക്കുമ്പോൾ കെ ജയകുമാർ IAS. കെ ജയകുമാർ IAS ചീഫ് സെക്രട്ടറിയായി റിട്ടയർ ചെയ്ത ആളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ആണെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആരെ ബ്രീഫ് ചെയ്യണം? മന്ത്രിയെ പോയി ബ്രീഫ് ചെയ്യണം. വാസവനെ കാര്യങ്ങൾ ബ്രീഫ് ചെയ്യണം പോയിട്ട്, അല്ലെ ആരെങ്കിലും പോയി ബ്രീഫ് ചെയ്യും. ഈ ഒരു നെറ്റ്വർക്ക് കൂടെ ഉണ്ട്, കേരളത്തിലുണ്ട്. മറ്റ് സംസ്ഥാന, ഇപ്പോൾ കേന്ദ്രത്തിൽ അത്രയും ഇല്ല, നമ്മളത് മനസ്സിലാക്കണം. കേന്ദ്രത്തിൽ ഉദ്യോഗസ്ഥ ലെവൽ ഒരു ലെവൽ നിൽപ്പുണ്ട്, മന്ത്രിമാരുടെ ലെവൽ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ലെവലാണ്. അപ്പോൾ അവിടെ ദൈനംദിന കാര്യങ്ങളിലൊന്നും മന്ത്രിമാരെന്ത് ചെയ്യാറില്ല, ഫയൽ കാണാറ് പോലും ഇല്ല, കാണാൻ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഡെലിഗേഷന് പവർ ഒരുപാട് കൊടുത്തിട്ടുണ്ട് താഴെയുള്ളവർക്ക് പലതും സാങ്ഷൻ ചെയ്യാൻ. ഇവിടെ അങ്ങനെയില്ല. ഇവിടെ കുഞ്ഞു കാര്യം പോലും, ഒരു ട്രാൻസ്ഫർ, പോസ്റ്റിംഗ്, എല്ലാ കാര്യവും എവിടെ പോകും? മന്ത്രി അറിയാതെ ഇല പോലും അലങ്ങത്തില്ല ഇവിടെ. അതാണ് കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ട് പത്മകുമാറിനെ പോലുള്ള CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗവും മുൻ MLA-യും പിന്നെ വലിയ നേതാവ്, ചെറിയ നേതാവല്ല, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആരോട് ചോദിച്ചു കാണും? ഇദ്ദേഹത്തിനടുത്ത് സൂചിപ്പിച്ച് കാണും. ഇത് കഴിഞ്ഞിട്ടെങ്കിലും സൂചിപ്പിച്ച് കാണും. അങ്ങനെ സൂചിപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മന്ത്രിക്ക് കഴിവില്ല, തൻ്റെ കീഴെയുള്ള താഴെയുള്ള ഒരു ആൾ വന്ന് പറയുന്നില്ല തന്നോട് കാര്യങ്ങൾ, അല്ലെങ്കിൽ ധിക്കാരം, എന്തോ സംഭവിച്ചു. പക്ഷേ എന്തായാലും ഒരു കത്ത് ഇതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് മന്ത്രി കുടുങ്ങാതിരിക്കാൻ പറ്റില്ല. മന്ത്രി കുടുങ്ങും. ഒരു കത്ത് കിടപ്പുണ്ട്. കത്ത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണികൃഷ്ണൻ കൊണ്ട് അപേക്ഷ കൊടുത്തത് മന്ത്രിക്കാണ്. അപ്പോൾ മന്ത്രി അതിനകത്ത് കൺസിഡറബിൾ എന്നോ ഫേവറബിൾ എന്നോ പരിഗണിക്കണമെന്നോ എന്തോ പറഞ്ഞ് താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മന്ത്രി ഓഫീസിൽ നിന്ന് കത്ത് വച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ പത്മകുമാർ ബാക്കി കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്തിരിക്കുന്നു. പിന്നെ മാത്രമല്ല, ഒരാഴ്ച മുമ്പ് 2 ആഴ്ച മുമ്പ് പത്മകുമാർ ചാനലുകളിൽ ഒരു വാർത്ത പറഞ്ഞായിരുന്നു, ദൈവത്തിനെ പോലെ നമ്മൾ കരുതുന്ന ആളുകളും ഇതിനകത്ത് ഉണ്ട്, ഈ സ്കാമിലുണ്ട്. ഇത് സ്കാമാണെങ്കിൽ ദൈവത്തെ പോലെ, അപ്പോൾ ആരാ ദൈവത്തെ പോലെ കരുതുന്നവർ? ഈ സമൂഹം ദൈവത്തെ പോലെ കരുതുന്നവരാണോ? ദൈവത്തെ പോലെ കരുതുന്നവർ എന്ന് പറയുന്നത് തന്ത്രിയാണോ? മന്ത്രി തന്നെ ആവണമെന്നില്ല, തന്ത്രിമാരെയൊക്കെ ദൈവത്തെ പോലെ കരുതുന്ന വിശ്വാസികളൊക്കെ ഉണ്ടല്ലോ. തന്ത്രിയാണോ, അതോ ഇനി മന്ത്രിയാണോ, അതോ മുഖ്യമന്ത്രിയാണോ? ആരാണ് ഈ പറഞ്ഞ, പിന്നെ നമ്മുടെ പത്മകുമാർ പറഞ്ഞ ദൈവം? അത് വളരെ വലിയൊരു ചോദ്യമാണ്. നമ്പർ 2, മന്ത്രി അയച്ച കത്തെന്ന് പറയുന്നത്, മന്ത്രി അതിനകത്ത് വേറെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ പലതരത്തിൽ എഴുതാം. മന്ത്രി ഓഫീസ്, ഞാൻ ഡയറക്ടറായിരുന്ന ആളാണ്, മന്ത്രി ഓഫീസിൽ നിന്നൊക്കെ കത്ത് നമുക്കും വരുന്നതാണ്, ഒരുപാട് കണ്ടിട്ടുമുണ്ട്. നമ്മൾ കൺസിഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക, വേണമെങ്കിൽ കളയാം, വേണ്ടെങ്കിൽ ചുരുട്ടിക്കുട്ടി കളയാം, ഒന്നുമില്ല. കൊടുക്കണം എന്ന് പറഞ്ഞ് വരുന്ന ചില കാര്യങ്ങൾ അങ്ങനെ ഇത് കൊടുക്കണം, മനസ്സിലായില്ല. അല്ലെങ്കിൽ അതിൽ എഴുതുന്ന വാക്കുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. വെറുതെ ഒപ്പിട്ട് വിടുന്ന കത്തുകളുമുണ്ട്, വെറുതെ ഒന്ന് കണ്ടു മന്ത്രി ഒപ്പിട്ട് വിടുന്ന കത്തുമുണ്ട്. അല്ലാതെ അതിനകത്ത് എന്താണ് സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് എന്ന് വളരെ പ്രധാനമാണ്. ആ കത്തിൽ ആ ഒരു വാക്കായിരിക്കും, അല്ലെങ്കിൽ 2 വാക്കായിരിക്കും. അത് കൃത്യമായി കൊടുക്കണമെന്നുള്ളൊരു മെസ്സേജ് ആണെങ്കിൽ ആര് കുടുങ്ങും? കൃത്യം കടകംപള്ളി സുരേന്ദ്രൻ കുടുങ്ങും. പിന്നെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ ശ്രീജിത്തിൻ്റെ അറിവിലേക്കും പൊതുജനങ്ങളുടെ അറിവിലായിരിക്കണം. മന്ത്രിമാർ പലപ്പോഴും ഒപ്പിടുന്ന പേന, ഒപ്പിടുന്ന രീതി, ഇത് വ്യത്യാസമുണ്ട്. വെറുതെ ഒരു നമ്മൾ ഇതിൽ സൈൻ ചെയ്യുക, നമ്മൾ അറ്റൻഡൻസിൽ സൈൻ ചെയ്യുന്നതാണ്, ഫുൾ ഒപ്പിടില്ലല്ലോ, ജസ്റ്റ് ഒരു ഇതല്ലേ, അതുപോലത്തെ സൈനുകളിടും, കുറച്ചുകൂടി വിശദമായ സൈനുകളിടും. അപ്പോൾ ഇത് കാണുന്ന താഴെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് എന്തറിയാം? അറിയാം ഇതിനകത്ത് മന്ത്രിക്ക് താല്പര്യമുണ്ടോ, താല്പര്യം ഇല്ലയോ എന്ന് പറയുന്ന അറിയാം. അതിനകത്ത് വേറെ കഥയും കൂടെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞില്ല. ഒരു കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് ഈ എല്ലാവരും ചെന്ന് പറയും, അവരുടെ പ്രധാനപ്പെട്ട ആളിനോട് ചെന്ന്, ആരെന്ന് ഞാൻ പറയുന്നില്ല, അത് മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പറയുന്നത്. ഒരു സ്ഥലത്ത് നിന്ന് ആളുകൾ ചെന്ന് പറയും, ഞങ്ങൾക്ക് ഇങ്ങനെ കത്ത്, എല്ലാവർക്കും കത്ത് കൊടുക്കും. പക്ഷെ പ്രിൻസിപ്പാളിന് കണ്ടാൽ അറിയാം ഏത് കത്തിനാണ് ആളിന് അഡ്മിഷൻ കൊടുക്കേണ്ടതെന്ന്. പ്രിൻസിപ്പാളിന് കണ്ടാൽ അറിയാം ഇത് ഒപ്പ്, കറക്റ്റായിട്ടുള്ള ഒപ്പ്, ഏത് മഷി, എല്ലാം അറിയാം. അത് കമ്മ്യൂണിക്കേഷനാണ്. പക്ഷേ എല്ലാവരും വിചാരിക്കുന്നതാണ് കത്ത് കൊടുത്തു എന്നാണ്. എന്ന് പറയുന്ന പോലെ മന്ത്രിയുടെ ഒപ്പും മന്ത്രിയുടെ വാക്കും ഒരു സൂചനയാണ്. ആർക്ക്? പത്മകുമാറിന്. അന്നത്തെ കത്ത് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കൊടുക്കണം. പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, കൊടുത്തിട്ട് വിളിച്ചും പറയും. അങ്ങനെ ഒരു കാര്യമുണ്ട്. ടെലിഫോണും പിടിക്കണം, ഇലക്ട്രോണിക് കാര്യങ്ങളും എടുക്കണം, മെസ്സേജ് അയക്കും. ഈ കത്തിന് എന്ത് ചെയ്യണം? പരിഗണിക്കണം എന്ന് PSO അല്ലെങ്കിൽ APSO വിളിച്ച് പറയും. അതായത് ഇവിടെ നിന്നൊരു കത്ത്, ഉണ്ണികൃഷ്ണൻ്റെ ഒരു കത്ത് അവിടെ വന്നിട്ടുണ്ടെന്ന് ആരെ വിളിച്ച് പറയും? അപ്പോൾ അതുകൊണ്ട് പത്മകുമാറിൻ്റെ ഫോൺ പരിശോധിക്കണം, വാട്സപ്പ് പരിശോധിക്കണം, പിന്നെ ഇവിടുത്തെ ഫോൺ പലരുടെയും ഫോൺ പരിശോധിക്കണം,
വാട്സപ്പ് പരിശോധിക്കണം, PS-ന്റെ വാട്സപ്പ് പരിശോധിക്കണം, PS-ന്റെ ഫോൺ പരിശോധിക്കണം. ആരുടെ? കടകംപള്ളിയുടെ. ഇത് വലിയ വിഷയമാണ്, ഇത് ചെറിയ വിഷയമല്ല. അപ്പോൾ കടകംപള്ളി പെടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഇന്ന് എല്ലാ ചാനലുകളും എല്ലാവരും പറയുന്നത്. അപ്പോൾ മാത്രമല്ല, ഇതിനകത്തൊരു രസകരമായ കാര്യം എന്തറിയാവും? ആദ്യം ഒരുത്തനെ പിടിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത മുരാരി ബാബുവിൻ്റെ പേര് പറയുന്നു. മുരാരി ബാബു അടുത്തവൻ്റെ പേര്, സതീഷിൻ്റെ പേര് പറയുന്നു. സതീഷ് അടുത്ത ആരെ പേര് പറയുന്നു? വാസുവിൻ്റെ പേര് പറയുന്നു. വാസു ആരെ പേര് പറയുന്നു? പത്മകുമാറിൻ്റെ പേര് പറയുന്നു. പത്മകുമാർ ഇനിയിപ്പോൾ ഇന്നലെ പറഞ്ഞല്ലോ, ഇങ്ങനെ പോവാണ്. ഇനി കടകംപള്ളി പിടിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഒരു ദുർബല നിമിഷത്തിൽ കടകംപള്ളി പറയാണ്, നമുക്ക് കപ്പിത്താൻ അറിയാം, ക്യാപ്റ്റൻ അറിയാമെന്ന് പറഞ്ഞു പറ്റില്ലേ? പോലീസ് ചോദ്യം ചെയ്യണതിനടുത്ത് അവിടെ പിന്നെ വേറെ ന്യായമൊന്നുമില്ലല്ലോ, ഒരു വികാരമൊക്കെ അവർ സ്ഥിരം ചെയ്യുന്നതല്ലേ പോലീസ്. അവിടെ ചെന്നത് എനിക്ക് മാത്രമല്ല മുഖ്യ ആളിനും അറിയാമെന്നെങ്ങാനും പറഞ്ഞു പോയാൽ, അല്ലെങ്കിൽ പാർട്ടിക്ക് അറിയാമെന്ന് പറഞ്ഞു പോയാൽ പെടും. ഇത് വല്ലാതെ പെടും. അത് നമുക്കറിയില്ല ഇപ്പം എന്താണ് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് അറിയില്ല. കാരണം എൻ വാസു വന്ന് വല്ലാതെ ചാനലുകളിൽ ഡിഫെൻഡ് ചെയ്തു, എല്ലാ ചാനലുകളിലും വന്നു. ആരും എന്ത് ഇവിടെ എന്നൊക്കെ ചോദിച്ചു. ഇയാളും ഡിഫെൻഡ് ചെയ്തു. ആര്? നമ്മളെ ഈ പത്മകുമാരൻ ഡിഫെൻഡ് ചെയ്തു കഴിഞ്ഞ ആഴ്ചയൊക്കെ. ഇതിപ്പോൾ എല്ലാ ചാനലുകളും ഇന്നലെ കാണിച്ചു കൊടുത്തിരിക്കുന്നു. വിശ്വസിക്കുന്നുണ്ടോ കടകംപള്ളി കാരണഭൂതന്റെ ക്യാപ്റ്റന്റെ പേര് പറയുന്നത്? അത് പറയുകയും പറയാതിരിക്കുകയും ചെയ്യാം. അവിടെയാണ് വിഷയം. ഇതൊരു വലിയ പ്രശ്നമുണ്ട് ഇതിനകത്ത്. എന്തറിയാവോ? ഈ ചോദ്യം ചെയ്യലിൽ ചില എത്ര വലിയ കടുപ്പക്കാരനായാലും ചിലരിടത്ത് വീണു പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ചോദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ ദുർബല നിമിഷത്തിൽ വീണ് പോയാൽ, വരികൾക്കിടയിൽ വാക്കുകൾക്കിടയിൽ പിടിച്ചു പോയാൽ, അന്വേഷണ ഉദ്യോഗസ്ഥർ കറക്റ്റ് ആണെങ്കിൽ അവർക്ക് വാക്കുകൾക്കിടയിൽ പിടിച്ചു പോകാൻ പറ്റും. മനസ്സിലായി? കറക്റ്റ് ഓഫീസർ ആണെങ്കിൽ. അങ്ങനെ എത്രയോ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ എനിക്ക് വേറൊന്നും പറയണ്ട, അതേ ഇത് പറഞ്ഞാൽ മതി, ഒറ്റ സെൻറ്റൻസ് പറഞ്ഞാൽ മതി, ഞാൻ മാത്രമല്ല, എനിക്ക് മാത്രമല്ല ഇതൊക്കെ അറിയാമെന്നുള്ളത് എന്നെങ്ങാനും താങ്കൾ മാത്രമാണോ? അല്ല എന്ന് പറഞ്ഞാലും മതി. ഇപ്പം ചോദിക്കുമ്പോൾ താങ്കൾ മാത്രമാണോ ഇതിനകത്ത്, താങ്കൾക്ക് മാത്രമേ അറിവുള്ളൂ? അതെ എന്ന് പറഞ്ഞാൽ ഓക്കെ. അല്ല എന്ന് 2 അക്ഷരം പറഞ്ഞാൽ മതി, ചിത്രം മാറി, എൻ്റെ കഥ മാറി. അതുകൊണ്ട് ക്യാപ്റ്റന് പറയുമോ എന്നുള്ളത് നമുക്കറിയില്ല. കടകംപള്ളി സുരേന്ദ്രൻ ആരുടെയൊക്കെ പേര് പറയുന്നറിയില്ല. വാസവൻ ഇതിനകത്ത് പെടാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ 2025 പ്രശാന്ത് ഇരുന്നുകൊണ്ട് ചില ഈ പാളി കൊടുക്കൽ പരിപാടികളൊക്കെ ആലോചിച്ചല്ലോ. അതുണ്ടെങ്കിൽ വാസവനെയും ചോദ്യം ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അറസ്റ്റൊന്നും ഉണ്ടാവില്ല, കാരണം വലിയ അഴിമതി നടന്നില്ലല്ലോ, കൊണ്ടുപോയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ചോദ്യം ചെയ്യേണ്ടി വരും. വിജയകുമാർ എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് മെമ്പർ ഉണ്ടായിരുന്നു, പഴയ യൂണിയൻ്റെയൊക്കെ സെക്രട്ടറി, യൂണിയൻ്റെയൊക്കെ നേതാവ്. അദ്ദേഹം ഇവിടെ കോവളത്ത് മറ്റുള്ളതാണ്. അദ്ദേഹത്തിന് ചോദ്യം ചെയ്യേണ്ടി വരും. KP ശങ്കരദാസ് എന്ന് പറയുന്ന മറ്റൊരു ദേവസ്വം ബോർഡ് മെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ചോദിച്ചു. പുനലൂർ മധു എന്ന് പറഞ്ഞൊരു പ്രസിഡന്റ് മെമ്പർ ഉണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്തു? മരിച്ചുപോയി. അപ്പോൾ അദ്ദേഹത്തിനോട് ഇനി ചോദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ആളുകളെയൊക്കെ ചോദ്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇത് എൻ്റെ സംശയം, എൻ്റെ ഒരു രീതി, അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം, ഇതിവിടെ നിൽക്കില്ല. ഈ സംഭവം 2 കാര്യങ്ങൾ കൊണ്ട് ഇവിടെ നിൽക്കില്ല. ഒന്ന്, മന്ത്രിയിലേക്ക് പോവുകയാണെങ്കിൽ SITക്കും വലിയ പരിമിതി ഉണ്ടായിരിക്കും. കാര്യം മന്ത്രിയെ നിലവിലെ പത്മകുമാർ MLA അല്ല ഇപ്പോൾ, മറ്റേ ആൾ MLAയും കൂടെയാണ്. ആര്? കടകംപള്ളി MLA ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആരുടെ ഇതൊക്കെ വേണം? സ്പീക്കറുടെ കത്തും സ്പീക്കറുമായിട്ടുള്ള ഇടപാട് വേണം. ഇദ്ദേഹം വാസവനെ പിടിക്കണമെങ്കിൽ മന്ത്രിയും കൂടെയാണ്. അപ്പോൾ ഗവർണറെ അടുത്തൊക്കെ ചിലപ്പോൾ പോവേണ്ടി വരും. ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ എളുപ്പമല്ല, വിളിച്ച് ചോദ്യം ചെയ്യൽ പറയുന്നത് എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വളരെ അതുകൊണ്ടാണ് ഒരു സെൻട്രൽ ഏജൻസി ചിലപ്പോൾ അന്വേഷിക്കേണ്ടി വരും എന്ന് പറയുന്നത്. പിന്നെ ഈ സ്വർണം വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുണ്ടോ? അതൊരു വലിയ പ്രധാനമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ദൈവികമായിട്ടുള്ളൊരു സ്വർണ്ണമാണ്. അപ്പോൾ ശബരിമലയിൽ നിന്ന് കൊടുക്കുന്ന ഇല പോലും, ഏതെങ്കിലും അമ്പലത്തിൽ കൊടുക്കുന്ന ഇല പോലും, ഇലയിലൊക്കെ ഇല കൊടുക്കുമല്ലോ പ്രസാദം, ആ ഇല പോലും നന്നായിട്ടാണ് ഡിസ്പോസ് ചെയ്യുന്ന ആളുകൾ. വഴിയിലൊന്നും വലിച്ചെറിയാറില്ല, ചവറിലൊന്നും ഇടാറില്ല എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഈ സ്വർണം ഉരുക്കിയോ ചെറിയ രൂപത്തിലാക്കിയോ 1 പവന് 1 ഗ്രാം 2 ഗ്രാമൊക്കെ ആക്കി വിദേശത്തൊക്കെ ഉള്ള NRIക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ? ഇൻ്റർനാഷണൽ ഗോൾഡ് സ്മഗ്ലിങ്ങിൻ്റെ ടീം വല്ല ഇതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന നെത്തോലി പോലെ ഇരിക്കുന്ന ആളിന് ഇത്രയും ഭയങ്കര ബുദ്ധിയൊക്കെ ഉദിക്കുമോ? ഈ ഒരു അത് ശബരിമല പോലുള്ളൊരു സ്ഥലത്ത് ഒരു നമ്പൂതിരി, പല കാരണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ ആളുകളല്ല. നമ്പൂതിരി എന്ന് പറയുമ്പോൾ ഭയങ്കരമായി ദൈവത്തിലങ്ങ് ഭയങ്കര വിശ്വസിക്കുന്ന ആളല്ലേ, ചെറിയ ആളെ പൂജ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ആളല്ലേ. അദ്ദേഹത്തിന് അതുപോലെ പാപം പുണ്യം ഇതൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളല്ലേ, വേദമൊക്കെ കുറേയൊക്കെ പഠിച്ചു കാണുമല്ലോ. അങ്ങനെയുള്ളൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ നല്ലൊരു ടീമുണ്ടായിരുന്നു. പത്മകുമാർ വരെയുള്ള ടീമിനെ നമ്മൾ പിടിച്ചു, ഗവൺമെൻറ് പിടിച്ചു, അല്ലെങ്കിൽ പോലീസ് പിടിച്ചു, SIT പിടിച്ചു. അടുത്ത പ്രതി എന്ന് പറയുന്നത്, പ്രതിയോ അടുത്ത ആളെന്ന് പറയുന്നത് ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. ഇനി കടകംപള്ളി സുരേന്ദ്രനെ പിടിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെയും വീൺവാക്കായി പോയാൽ, ഞാൻ പറഞ്ഞ ഒരു വാക്ക് വീണ് പോയാൽ ഇത് കഥ ആകെ മാറും. പ്രതിസന്ധി എന്തെന്ന് കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പ്രതിസന്ധി എന്തെന്നാൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. 3 മാസം കഴിയുമ്പോൾ എന്ത് തിരഞ്ഞെടുപ്പ് വരും? അസംബ്ലി തിരഞ്ഞെടുപ്പും വരും. ഇത് രണ്ടും വരാൻ നിൽക്കുകയാണ്. രണ്ടും വരാൻ നിൽക്കുന്നത് കൊണ്ട് വലിയ പ്രതിരോധത്തിലേക്കാണ് CPM പോകുന്നത്. അതുകൊണ്ടാണ് CPM കൈവിട്ട് കളഞ്ഞത്. ഇന്നലെ ശിവൻകുട്ടിയൊക്കെ പറഞ്ഞല്ലോ, ഉപ്പ് തിന്നവൻ
വെള്ളം കുടിക്കുമെന്ന് ശിവൻകുട്ടി പറഞ്ഞതിൻ്റെ കാര്യം അതാണ്, കൈവിട്ട് കളഞ്ഞു. പിന്നൊരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പത്മകുമാർ അല്ലെങ്കിലും അനഭിമതനായി പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ. വീണ ജോർജിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി CM-ന്റെ ഗുഡ് ബുക്കിൽ നിന്ന് ആര് താഴെ പോയി? പത്മകുമാർ താഴെ പോയി. ജില്ലാ സെക്രട്ടേറിയറ്റും ജില്ലാ കമ്മിറ്റിയിലേക്കൊക്കെ താഴ്ത്തിയല്ലോ. ഇനി ചിലപ്പോൾ എടുത്ത് കളയുകയും ചെയ്യും, പാർട്ടിയിൽ നിന്ന് എടുത്ത് കളയുകയും ചെയ്യും, ഒരു രക്തസാക്ഷി ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, കടകംപള്ളി സുരേന്ദ്രൻ മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നതിന് പകരം പത്മകുമാർ പറഞ്ഞാലോ? പത്മകുമാർ പറഞ്ഞാലും ഉണ്ടല്ലോ ഇതിൻ്റെ കഥ. പത്മകുമാർ ദൈവം, ഞാൻ പറയുന്നത് പ്രധാന ദൈവമാണെന്നോ മുഖ്യ ദൈവമാണെന്നോ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞാൽ എല്ലാം അറിയുന്ന കാരണഭൂതൻ, എല്ലാം അറിയുന്ന ആളാണ്, അല്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഇരട്ടച്ചങ്കനാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക്, ക്യാപ്റ്റനാണ്, കപ്പിത്താൻ വീണ് പോയാൽ കഥയാകെ മാറും. അപ്പോൾ ഇതൊരു ക്ലൈമാക്സിലേക്ക് പോവുകയാണ് കഥ. അതുകൊണ്ട് അയ്യപ്പ ഇറങ്ങി പണിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിൽക്കുമെന്ന് അറിയത്തില്ല, ആരെയെല്ലാം കൊണ്ടുപോകുമെന്ന് നമുക്കറിയത്തില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.